എമ്പുരാൻ പ്രതീക്ഷകളൊക്കെ ഉയർന്നോ? ഞങ്ങളിന്ന് 6 മണിക്ക് ഫസ്റ്റ് ഷോ എമ്പുരാൻ്റെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എമ്പുരാനെ കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി ഒരു ഫസ്റ്റ് ടൈം ഇംപ്രഷൻ എങ്ങനെയാണ്, ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല, അത് ഞങ്ങൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്. എല്ലാവരും ആ രീതിയിൽ തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ ഉറക്കളച്ച് എണീറ്റപ്പോൾ പ്രയോജനം കിട്ടിയോ? അതാണ് അറിയേണ്ടത്. സത്യം പറയാം 4 മണിക്ക് പോയതാണ്. തിയേറ്റർ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏകദേശം 10-20 കിലോമീറ്റർ ദൂരമായിരുന്നു. പുലർച്ചെ 4 മണിക്ക് ടിക്കറ്റ് അത്ര ദൂരത്താണ് നമുക്ക് കിട്ടിയത്. അത് ടിക്കറ്റ് റഷ് അറിയാലോ, അടുത്തുള്ള തിയേറ്ററിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത്തിരി ദൂരെയാണ് എടുത്തത്. അതുകൊണ്ട് പുലർച്ചെ പോയതാണ് ഞങ്ങൾ. അതിന്റെ ഒരു ക്ഷീണത്തിലാണ് പടം കണ്ടത്. ഹൗസ്ഫുൾ ആയിരുന്നു. ഹൗസ്ഫുൾ ആണ്, പിന്നെ ചോദിക്കാനുണ്ട്. ഹൗസ്ഫുൾ ആയിരുന്നു. പ്രതീക്ഷകൾക്ക് ഉയർന്നോന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ലൂസിഫറിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് എമ്പുരാൻ. പക്ഷേ ഒരു ചെറിയ ഇതുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ പടത്തിന്റെ മേക്കിംഗ് ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ഒക്കെയാണ്. അതെ, പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർ മേക്കിങ്ങിൽ ഈ പടത്തിനെ എത്രത്തോളം മെച്ചപ്പെടുത്താവോ അത്രത്തോളം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടില്ല എന്നുള്ളത്, ഈ ബഡ്ജറ്റിലൊരു കുറവ് വരുത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. റിച്ച് വിഷ്വൽസ് ആണ്. ഏകദേശം 200 കോടിയോളം രൂപ ചെലവ് വന്നിട്ടുണ്ടെന്നാണ് റൂമറുകളൊക്കെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് കാണാവുന്നുണ്ട്. DOP സുജിത്തും അദ്ദേഹത്തിന്റെ വർക്ക് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ മികച്ചുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അമിത പ്രതീക്ഷയോടുകൂടി പോയില്ലെങ്കിൽ പടം വലിയ കുഴപ്പമില്ല എന്നല്ല, അമിത പ്രതീക്ഷയോട് പോയില്ലെങ്കിൽ പടം നല്ലതാണ്. അമിത പ്രതീക്ഷ ആപത്താണ് എപ്പോഴും. നമ്മൾ സാധാരണ നോർമൽ ഒരു പടം. അതിന്റെ അർത്ഥം നമ്മള് ഒരുപാട് പ്രതീക്ഷിച്ചു പോയതുകൊണ്ടാണ് നമുക്ക് അത്ര ഉദ്ദേശ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഈ പടത്തിന്റെ ഒരു മാർക്കറ്റിംഗ് അത്രത്തോളം മലയാള സിനിമ ഇതുവരെ കാണാത്ത അത്ര മാർക്കറ്റിംഗ് ആണ് ഇതിന് വേണ്ടി നടന്നിരിക്കുന്നത്. അല്ല, മലയാളം മാത്രമല്ല, ബോംബെ, ഹൈദരാബാദ്, ചെന്നൈ എന്നീ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ മാർക്കറ്റിംഗ്. എല്ലാ പാൻ ഇന്ത്യൻ മൂവി ആണല്ലോ. അതിനനുസരിച്ച് ഇതിന്റെ ഒരു ഹൈപ്പ് വളരെ മുകളിലായിരുന്നു. അത് ഈ പടത്തിന് ചെറിയൊരു കല്ലുകടിയാണ്. എന്നല്ല, അതിനനുസരിച്ച് ഓഡിയൻസിനെ പുള്ള് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോയി സാമ്പത്തികപരമായിട്ട് വിജയം തന്നെയായിരിക്കണം. പക്ഷേ എന്താ പറയുക, പടം റൂട്ടഡ് ആണോ എന്നുള്ളതാണ് ഒരു സംശയം. ലൂസിഫർ കേരളത്തിൽ നമുക്ക് റിലേറ്റഡ് ആണ്. അതൊരു ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. അതായത് ഒരു പാൻ വേൾഡ് ലെവലിലുള്ള ഒരു പടത്തിന്റെ കഥാപരിസരങ്ങളൊക്കെ ലണ്ടൻ, തുർക്കി, ആഫ്രിക്ക, ഏഷ്യയുടെ പല ഭാഗങ്ങളും അങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാജ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലേ. ഒരു വേൾഡ് ടൂർ കണ്ടൊരു ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. അത് ശരിയാണ്. ഇബ്രാഹിം ഖുറേഷി എത്രയും വലുതാണ് എന്ന് കാണിക്കാനുള്ളതാണോ, എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളതാണ് തോന്നുന്നു. പക്ഷെ ഈ ഓവറായിട്ട് ഈ കഥ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കുകയാണ് നമ്മളെ. ടർക്കി, അപ്പൊ നമ്മൾ ടർക്കിയിലാണല്ലേ ഇത്. കണ്ടോണ്ടിരിക്കുന്നത് ചൈന, ലണ്ടൻ, പിന്നെയാണ് മാറുന്നത്. നമ്മുടെ കേരളത്തിൽ വെച്ച് നടക്കുന്ന ഭാഗങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു. നമുക്ക് അതെന്താ പറയുക, കേരളത്തിൽ വെച്ച് നടന്ന ഭാഗങ്ങൾ നമുക്ക് കണക്ട് ആവുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം കണക്ട് ആവുന്നുണ്ട് ഓഡിയൻസിന് എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ചില ആൾക്കാർ ഈ ഹോളിവുഡ് ലെവൽ പടങ്ങൾ കണ്ട് ശീലിച്ച ആൾക്കാർക്ക് അത് കുറച്ചുകൂടി കണക്ട് ആവുമായിരിക്കാം എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ മഞ്ജു വാര്യരുടെ ഒക്കെ മികച്ച പ്രകടനം ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെ. അതായത് ചെറുതൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ മഞ്ജു വാര്യരുടെ കയ്യിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാത്ത കാരണം അത് നമുക്ക് വളരെ സാറ്റിസ്ഫൈ ചെയ്ത് തന്നിട്ടുള്ളൊരു കഥാപാത്രമാണ്. പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തു. അതുകൊണ്ടായിരിക്കും നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല, അത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടി. അതേപോലെ ഈ നമ്മുടെ ഈ കറന്റ് പൊളിറ്റിക്കൽ സിനാരിയോകളായിട്ട് കണക്ട് ആവുന്ന ഒരുപാട് ഡയലോഗുകൾ, കുറിക്കുള്ള എല്ലാ മലയാളിയും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് അത് പറയുന്നത്. അത് ഒരുപാട് ഇതിൽ വന്നു പോയിട്ടുണ്ട്. ഇന്ന പാർട്ടി എന്ന് ആരും ഒഴിവാക്കിയിട്ടില്ല, എല്ലാ പാർട്ടിക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ആരും കംപ്ലൈന്റ് പറഞ്ഞു വരികയാണ്. സത്യം തന്നെയാണ് അതല്ലേ പല കാര്യങ്ങളും പറയുന്നത്. സത്യം തന്നെയാണ്. ഇന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോ അത് കണക്ട് ആവാൻ മലയാളികൾക്ക് പെട്ടെന്ന് കണക്ട് ആയിട്ടുണ്ട്. ആ കാര്യം എന്തായാലും കയ്യടി കിട്ടിയ 1-2 സീനുകൾ എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ ചർച്ചകളൊക്കെ തന്നെയാണ് പടത്തിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പൊ നമുക്ക് ലൂസിഫറിൽ കിട്ടിയ ഒരു പഞ്ച് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പഞ്ച് എവിടെയോ മിസ്സിംഗ് ആണ്.
ആ മാസും ക്ലാസും തമ്മിലുള്ള ബാലൻസിൽ വന്ന എവിടെയോ ചെറിയൊരു പൾസയാണ്. ലൂസിഫറിലെ ക്ലാസ്സിൽ തുടങ്ങിയ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് വന്നിട്ട് പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കത് ഒരു ഗ്രോത്ത് ഉണ്ട്, ഗ്രാഫ് ഉണ്ട് ഈ സിനിമയുടെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടതും. ഇത് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ് ടോപ്പിലാണ് സ്റ്റീഫൻ നെടുമ്പള്ളി അല്ല, ലൂസിഫർ അല്ലെങ്കിൽ എബ്രാഹിം ഖുറേഷി എന്ന് പറയുന്ന ആളെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പടം തുടങ്ങുമ്പോൾ തൊട്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും വളരെ കഷ്ടപ്പാട് അത് മേക്കിങ്ങിന്റെ അത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട്. ഹോളിവുഡ് ലെവൽ മേക്കിംഗ് തന്നെയാണ് അത്. മേക്കിങ്ങിന്റെ കാര്യത്തിൽ പിന്നെ ലാലേട്ടൻ വന്നതോടുകൂടി പിന്നെ ഒരു ലാഗ് എന്ന് പറയുന്ന സാധനം ഇല്ല. സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ വന്ന് കേരളത്തിൽ നടക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല ഹൈപ്പിനൊത്ത് ഉയർന്നിട്ടുണ്ട് ആ ഭാഗങ്ങളൊക്കെ എന്നാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ടവർ ദയവേത് സ്പോയിലർ പറയാതിരിക്കുക. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയാണ്, മലയാളം വളരണം. ശരിയാണ്. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു ബെഞ്ച് മാർക്ക് ആവാൻ പോകുന്ന പടമാണ്. ഇത്തരത്തിലുള്ള ബിഗ് ബജറ്റ് പടങ്ങൾ ഇനി ഭാവിയിൽ മലയാളത്തിൽ വരേണ്ടതുണ്ടെങ്കിൽ ഈ പടം വിജയിക്കേണ്ട ഒരു അത്യാവശ്യമാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പരമാവധി ഈ പടം കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പ്രതീക്ഷയോടുകൂടി പോയി ദുഃഖിതരാവണ്ട. ഒരു നോർമൽ സിനിമ കാണാൻ പോകുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. കൂടുതൽ ഡീറ്റെയിൽ റിവ്യൂമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടീം വട്ടമേശ സമ്മേളനം.